ഈ കഴിഞ്ഞ ഒക്ടോബർ 25-ാം തീയതി ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് കയ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോട്ടിലെ വാട്ടർ അതോറിറ്റിയുടെ പണി നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തന്നെ വീഡിയോ ഇട്ടായിരുന്നു. കണ്ട വളരെ സന്തോഷത്തോടുകൂടി ഞാൻ വീഡിയോ ഇട്ടത് എന്ന് വെച്ചാൽ ടിപ്പു സുൽത്താൻ റോട്ടിൽ എപ്പോഴും പൈപ്പ് പൊട്ടിയിട്ട് ആകെ ബഹളവും പ്രശ്നങ്ങളും വെള്ളം കുഴികൾ അടക്കൽ അങ്ങനത്തെ കുറേ വിഷയങ്ങളായിരുന്നു. കുടിവെള്ളക്ഷാമം അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള ആൾക്കൊരു വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ആ വീഡിയോ ഇട്ടത്. പക്ഷേ ഇപ്പോൾ കയ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാൻ അതിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരട്ടെ. ഈ റോഡിൻ്റെ വളരെ വേഗതയിലുണ്ട് ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു സംഭവം എന്താ വെച്ചാലേ റോഡ് സൈഡ് ഇതുണ്ട ഒഴിച്ചിട്ട് ആ മണ്ണുകളൊക്കെ ഇപ്പോൾ അതേപടി കിടക്കാണ്. റോട്ടിൽ കൂടെ ഒക്കെ പോണ വണ്ടികളൊക്കെ വളരെ അഡ്ജസ്റ്റ്മെൻറ്റ് മേലൊക്കെയാണ് പോണത്. റോഡ് തന്നെ കാണാണ്ടായി തുടങ്ങി. നടുക്ക കൂടെ ഒക്കെ കുഴി പോയിട്ടും സൈഡിൽ കൂടെ ഒക്കെ കുഴി പോയിട്ടും. ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇവിടെ പകുതിച്ച് അവസാനിപ്പിച്ചേക്കണവർ. പൈപ്പുകളായാലും മണ്ണുകളായാലും. പിന്നെ ഇവിടെ നിന്ന് കണ്ട കുഴി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. റോഡ് സൈഡിലുള്ള കച്ചവടക്കാരൊക്കെ ആകെപ്പെട്ടു. അവർക്കൊന്നും കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്കൂൾ വണ്ടിയൊക്കെ വരണണ്ടില്ലേ ആകെ പൊട്ടീനി. കണ്ട ടൂ വീലറുമ്പിലൊന്നും ഒരാൾക്കും പോകാൻ പറ്റാത്ത അവസ്ഥ. ഇത് 2 കിലോമീറ്ററോളം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ആ റോട്ടിലൊക്കെ ഈ മണ്ണ് കൂട്ടിയിട്ടൊക്കെയാണ്. ഏകദേശം അറ്റം വരെയൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് റോഡിൻ്റെ അടിച്ചൊക്കെ നോക്കിയേ ഭയങ്കര അടിച്ചാൽ ചെറിയ ടൂ വീലറായിരിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ കംപ്ലീറ്റ് മണ്ണാണ്. ഈ മണ്ണ് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ റോട്ടിലെ കുഴികൾക്കൊരു പരിഹാരം കാണാനോ ഇതുവരെക്കും ഇവർ ചെയ്തിട്ടില്ല. 2 മാസമായി കണ്ടാ. അറ്റം വരെ അങ്ങനെ തന്നെ പരിപാടി. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ട് ഇത് ഈ വീഡിയോ എത്തേണ്ടടത്തേക്ക് എത്തിക്കുക. മക്കളെല്ലാം സ്കൂളിൽ പോകുന്നവരും ടൂ വീലറിന് പോകുന്നവരും കച്ചവടക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേണ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇടപെടുന്നതായിരിക്കും നല്ലത്. ജനങ്ങളൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പോൾ കൂടുതൽ വിഷയമാവാണ്ടിരിക്കാനും മറ്റുള്ളവർക്ക് നീങ്ങാണ്ടിരിക്കാനും വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് ഇടപെടാം. അത്രേ ഉള്ളൂ.